ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് iPhone 15 ഫ്രണ്ട് ക്യാമറ. നമ്മുടെ പുതിയതായി മേടിച്ച ട്രൈപോഡ് ഉണ്ട്. 1396 രൂപയ്ക്ക് ഞാൻ മേടിച്ച ട്രൈപോഡ്. അതും ഒരു ദിവസം കൊണ്ട് വരാൻ വേണ്ടി 100 നമ്മൾ എക്സ്ട്രാ കൊടുത്തതാ. ക്ലിയറില്ലായിരുന്നല്ലേ? അതായത് 1200 സംതിങ് ഇതിനുള്ളൂ. അപ്പൊ നമ്മള് ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, ഇന്നലെ തിങ്കളാഴ്ചയാണ്. ഇന്നലെ ഞായറാഴ്ച നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ ട്രിപ്പിന് പോകുമ്പോൾ ഈ സാധനം വേണം എന്നുള്ള നിർബന്ധം കാരണം 100 നമ്മൾ എക്സ്ട്രാ മുടക്കി. പക്ഷെ 100 രൂപയ്ക്കുള്ള വർത്തുണ്ടായിരുന്നു ഇന്നലെ, അല്ലേ? ശരി, അൺഡിസ്ക്ലോസ്ഡ്. അതെ, ലൊക്കേഷൻ നമ്മൾ പറയത്തില്ല, പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ വ്ലോഗ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആൾക്കാർക്ക് എവിടെയാണ്. അതെ, സംഭവം എന്താ പറയട്ടെ, വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇനി അങ്ങോട്ട് കുറെ വ്ളോഗുകളിലും ആൾക്കാർക്ക് വീടിന്റെ അകവും എല്ലാം, ഇത് വീടാണെന്നും വീടിന്റെ അകവും എല്ലാം കാണാപ്പെടായിരിക്കും, പുറം എവിടെയാണെന്ന് അറിയത്തില്ല. അത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോ ഇതൊരു പോഡ്കാസ്റ്റ് ആണ്, വ്ളോഗ് അല്ല. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ടോപ്പിക്? പാടുള്ള ചോദ്യം പരിപതി എന്നോട് ചോദിക്കല്ലെന്ന് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും അതെ, വീഡിയോ പോഡ്കാസ്റ്റ് എടുക്കാൻ നേരത്തെ നമ്മള് ഇൻട്രോ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജിത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ടോപ്പിക് എന്നാന്നല്ലെങ്കിൽ ചോദ്യം ഇവന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ സിബ്ലിങ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. സിബ്ലിങ്സ് എന്താണ്, അവരുടെ വില എന്താണ്, അതായത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ല എന്നതും സിബ്ലിങ്സിനെ കൂടെ കണക്ട് ചെയ്താണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോ നിനക്ക് ആരാണുള്ളത്? ചേട്ടൻ. നീ ചേട്ടൻ തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 6 വയസ്സിന് വ്യത്യാസം. നിനക്ക് ആരാണുള്ളത്? എനിക്കും ഒരു ചേട്ടനുണ്ട്. ഞാൻ അവനും തമ്മിൽ 1 വയസ്സ് വ്യത്യാസമാണുള്ളൂ. ഓഫ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 6 വയസ്സ് വ്യത്യാസമുള്ള എനിക്ക് ഇപ്പൊ കുറെ നാൾ കൊണ്ടുണ്ടായ ഒരു ആഗ്രഹമാണ്, ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ പ്രായം വ്യത്യാസം കുറച്ചുകൂടെ കുറവായിരുന്നെങ്കിൽ, ഒരു 2 വയസ്സിൽ 1 വയസ്സ് വ്യത്യാസം ഉള്ളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു വേവ് ലെങ്ത് നടക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്, ഇപ്പൊ പുള്ളി കോളേജ് ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു +1 ഒക്കെ ആയിരിക്കും, പുള്ളിയുടെ 3rd ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവും. അപ്പൊ ഒരുമിച്ച് ആ ഒരു ടൈമിൽ ഇങ്ങനെ സഞ്ചരിക്കാലോ. അപ്പൊ അതാണോ നല്ലത്, അതോ അല്ലെ ഇപ്പൊ നിനക്ക് മനസ്സിലാവുമല്ലോ, 1 വയസ്സിന്റെ വ്യത്യാസം 2 വയസ്സിന്റെ വ്യത്യാസമാണോ നല്ലത്, അതോ 6 വയസ്സിന്റെ വ്യത്യാസമാണോ കുറച്ചുകൂടെ നല്ലത്? എടാ, ആ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടത് നിന്റെ അപ്പന്റെ അമ്മയുടെ അടുത്താണ്. തീർച്ചയായിട്ടും. ശരിയാണ്, എന്റെ അടുത്തുള്ള ചോദ്യമല്ല, പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. രണ്ട് ഗുണം കൂടെയാണ്, നമ്മളെ കണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഒരു രീതിക്കുള്ള തപ്പലും വരത്തില്ല, അല്ലെ? നമ്മളെ കണ്ട് നമ്മൾ സംസാരിക്കാണ്ടിരിക്കുകയാണെങ്കിലോ, നമ്മളെ കണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. നമ്മളെങ്ങനെ ഇരിക്കുന്നതെന്ന്, നമ്മൾ മര്യാദക്കാണ് ഇരിക്കുന്നത് അങ്ങനെ. അപ്പൊ നമ്മൾ ആ പോയിന്റിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കിട്ടത്തില്ല. പക്ഷെ പകരം നമ്മൾ ക്യാമറ നോക്കി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ രൂപം കാര്യങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കും. ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയവന് ഒരു തവണ പോലും ആലോചിച്ചില്ല ഞാൻ എങ്ങനെയാണ്. ആണോ? അത് ചിലപ്പോ നീ ആയതുകൊണ്ട്. ഞാനല്ല, എന്നെ പോലെയുള്ള നോർമലായിട്ട് ആൾക്കാരെല്ലാരും അങ്ങനെ ചിന്തിക്കും, സ്വാഭാവികം. നീ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. സ്പെഷ്യൽ അല്ല, നീ കുറച്ചുകൂടെ വെളിവുണ്ട് അതിന്റെ. വെളിവില്ല, നമ്മൾ ഇങ്ങനെയാണ്. അതെ, അത്രേ ഉള്ളൂ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നീ പറഞ്ഞത് ഗ്യാപ്പിന്റെ വ്യത്യാസം. എന്റെ ഒരു നിഗമനത്തിൽ ഒന്നിന് ശേഷം ഒരു 3 വർഷം ഗ്യാപ്പ് ഇടുന്നത് എന്തുകൊണ്ടും അമ്മമാരുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പന്മാരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതും നല്ലതായിരിക്കും. പിന്നെ നീ പറഞ്ഞ മറ്റേ ആ കണക്ഷൻ കുറച്ചുകൂടെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചടുത്തായിരിക്കണം. തീർച്ചയായിട്ടും. മദശ്രീയുടെ വെച്ചല്ലേ അല്ലേ? ആയിരിക്കണം. മദശ്രീ എത്തിയിട്ടുണ്ട്. ഇല്ല, അത് ഞാൻ കട്ട് ചെയ്തോളാം. ഐ എം എൻ എഡിറ്റർ, ഐ ക്യാൻ കട്ട് എനിത്തിങ്. ആന്റി, കുറച്ച് വെളിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം കിട്ടുന്ന സ്ഥലമാണല്ലോ. ഓഫ്, എന്നെ എല്ലാ ദിവസവും വൈകിട്ട് വിളിക്കുന്ന ഐഡിയക്കാരൻ വിളിക്കുന്നുണ്ട്. കട്ട് ചെയ്തോട്ടെ. ഗ്യാപ്പ്. അപ്പം ഐഡിയലി അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞാനും ചേട്ടനും 1 വയസ്സ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മള് തമ്മില് ഇപ്പം അവൻ ചേട്ടൻ, ഞാൻ അനിയൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് വലിയ കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഉണ്ട്, അവൻ ചേട്ടനാന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ചെറുതായിരിക്കുമ്പോ ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മള് കണ്ടു കഴിഞ്ഞാ ഇടി, പരിപാടി, റിമോട്ട് എടുത്തേറ്, പ്രത്യേകിച്ച് ഒരു റെസ്പെക്ട് ഇല്ലായ്മ. പക്ഷെ നീ ഒരു 6 വയസ്സ് ഗ്യാപ്പുള്ള എബിൻചേട്ടനായതുകൊണ്ട് നീ പുള്ളിനെ ബഹുമാനിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കുറച്ചുകൂടെ ഈ പറഞ്ഞ 2 വയസ്സ് വ്യത്യാസത്തിനേക്കാളും കുറച്ചുകൂടെ ബഹുമാനിക്കാൻ ചാൻസ് കൂടുതലാ. ശരിയാ, അല്ല? ഉണ്ടായിരുന്നു ഒരു ടൈം വരെ. പിന്നെ ഞാൻ ഒരു പ്രശ്നം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ 6 വയസ്സിന്റെ വ്യത്യാസമാണെങ്കിലും അത് തീരെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കൂല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ ബഹുമാനം ഒന്നും കൊടുക്കണമായിരുന്നു. അവിടെ ചെറുതായിരിക്കുമ്പോ ഈ പറഞ്ഞ ശരിയാണ്, ഒരു വിലയില്ല. തീർച്ചയായിട്ടും. അവൻ ആ സമയത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷിയില്ലല്ലോ. ഇതിപ്പം എനിക്ക് അവന്റെ ആ ഒരു
സംഭവം മനസ്സിലായി തുടങ്ങിയത്. അതായത് ഇപ്പൊ ചെറുതിലെ തൊട്ട് എനിക്ക് തോന്നുന്നു അവൻ 7-ലും 8-ലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഒന്ന് ഹോസ്റ്റലിൽ പോയി നിന്നു. അപ്പം 8, 9, 10 അവൻ ഹോസ്റ്റലിലാണ്. അപ്പൊ ഹോസ്റ്റൽ നമ്മുടെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പം ക്രിക്കറ്റ് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ പോയത്. അപ്പൊ അവൻ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നോണ്ട് ആ വഴിക്ക് അവൻ പോയി. നീ ക്രിക്കറ്റ് കളിക്കാരനാണല്ലോ. അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ എന്നൊക്കെ ഭേദമായിട്ട് കളിക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പറയുന്നു, ജില്ലക്ക് വേണ്ടാത്ത ജില്ലാ പ്ലെയർ എന്ന് പറയായിരുന്നു. അതായിരുന്നു ഞാൻ. ശരിയാണ്, ഞാൻ കളിച്ചിട്ട് ടീമിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. നീ നിന്റെ സിറ്റുവേഷൻസ് കൊണ്ട് നീ നിർത്തേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ബഹുമാനം. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടന്റെ കേസ്. അപ്പൊ ഞാൻ കണ്ണാടി ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണാടി പിടിക്കാൻ പോയതേക്കാട്ട്. അപ്പൊ അവൻ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോഴൊന്നും നമുക്ക് വില അറിയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവൻ വരും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ പോയി കാണും. പിന്നെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ രാവിലെ സ്കൂളിൽ പോകും, കൂട്ടുകാരെ കാണും, തിരിച്ചു വരും. അപ്പൊ ആ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ. ശരിയാ. തിരിച്ചു വരുമ്പോ വീട്ടിൽ വരുമ്പോ ഇടി ഉണ്ടാക്കാൻ ആരുമില്ല, പക്ഷെ തരാനും ആരുമില്ല. രാവിലെ ആ ഒരു ടൈമിൽ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളത് അങ്ങനെ തിരിച്ചറിയില്ല. പിന്നെ ഒരു ചെറുതായിരിക്കുമ്പോ നമുക്ക് അതിന്റെ വില മനസ്സിലാവില്ലല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഒരു മിസ് ചെയ്യാനുള്ള വെളിവില്ല. ഈവൻ 10ാം ക്ലാസ് +2 കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും വലിയൊരു സംഭവം തോന്നിയിട്ടില്ല. പിന്നെ +2 കഴിഞ്ഞ് ഞാൻ കുറച്ചാൾ ഇവിടുന്ന് മാറിയിരുന്നു. അപ്പോഴും അവനും പഠിക്കാൻ പോയിക്കൊണ്ടാണ് ഇരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കയറിയപ്പോ പിന്നെ നമ്മള് കണ്ടുമുട്ടി. ഒരു ഡിഗ്രി മൊത്തം ആ ഒരു ഇതിലങ്ങ് പോയി. പിന്നെ ഇടയ്ക്ക് മറ്റേ കൊറോണയുടെ സംഭവങ്ങൾ വന്നതുകൊണ്ട് അവനും കൂടെ ഉണ്ടായിരുന്നു, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ജോലിയായി, ഇന്റേൺഷിപ്പായി, പരിപാടികളായി, ഇവിടുന്ന് പോയി. അത്യാവശ്യം തലയ്ക്ക് ബോധം വെച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവണേ ചേട്ടൻ ഇവിടെ ഇല്ല. രാവിലെ കേൾക്കുമ്പോ അവൻ ഇവിടെ ഇല്ലല്ലോ. ഇനി ആരോട് ഇടി ഉണ്ടാകും, ഇനി ആരോട് കാര്യങ്ങളൊക്കെ പറയും, അല്ലെ എടായേ എന്നാടുക്കോളായേ എന്ന് ചോദിക്കാനുള്ള ആളില്ല. എല്ലാ സിബ്ലിങ്സും തമ്മിൽ ഒരു പ്രത്യേക തരം ബന്ധമായിരിക്കും. ഞാനും ചേട്ടനെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന, ഫോൺ വിളിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾക്കാരല്ല. അത് ഞാനും എന്റെ ചേട്ടനും അതെ. അത്ര അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്നവരുന്നല്ലോ. പക്ഷെ ഇടക്കിടയ്ക്ക് വിളിക്കും, ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഫീൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പ്. അതിപ്പോ നീ അത് ആ ഒരു എവിടെ വെച്ച് നിർത്തി അവിടെ വെച്ച് തുടങ്ങുന്നു എന്നുള്ള സെറ്റപ്പേ ഉള്ളൂ. അല്ലാതെ വിളിക്കുമ്പോ ഹലോ അവിടെ പറടാ, അതൊന്നുമില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇനി അടുത്തങ്ങ് തിരിച്ചു വരില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മിസ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത് തിരിച്ചു വരുവാണെന്ന് തന്നെ വെക്ക്. ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഞാൻ അവന് ചെറുതായിരുന്നപ്പോ വന്നിടി, ചെറിയ കാര്യം മതി, നല്ല വെട്ടക്കാച്ച ഇടി ഉണ്ടാവും. അത് ചെറിയ ഇടിയൊന്നുമല്ല, ചുമ്മാ ഇടിച്ച് ചളുക്കാൻ വേണ്ടി ഇടിക്കണം. നല്ല ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും. കൊറേ അവിടെ പോയി ഇടിത്തെറിയലും. അത് ആരിലും കണ്ടു കഴിഞ്ഞ് ഇമാര് ഒരുമിച്ച് ഉണ്ടായതാണോ എന്ന് നോക്കും. അതേമാതിരി ഇടിയാണ് ഞാനും അവിടെ കൂടെ ഉണ്ടാക്കണേ. എന്നിട്ട് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ എത്തി. അതായത് അപ്പൊ അവനപ്പൊ 10ലായി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ 2 ഇരട്ടയുണ്ട്. അപ്പൊ 2 പേർക്കും എനിക്കൊന്ന് റിയലൈസേഷൻ എന്നറിയോ, അവന്റെ കയ്യിൽ നിന്ന് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ പടാവും. ഒരു ആവറേജ് സൈസ് നമുക്കും ഉണ്ടല്ലോടാ. നമ്മളും ഇപ്പൊ അറിഞ്ഞോണ്ട് ചുമ്മാ ഇവിടുന്ന് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും വേദന എടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ അവനും വേദന എടുക്കും. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഈ കൈപ്രയോഗങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടി മ്യൂച്വലി നിർത്തി. അത് പയ്യെ കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ വാക്കുകൊണ്ടുള്ള തർക്കമായി. നാക്കൊണ്ട് അങ്ങ് ചൂഷണം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ബലം പ്രയോഗത്തിനേക്കാളും മൂർച്ചയുള്ള സാധനമാണ് നാക്ക്. ഇപ്പൊ ഉണ്ടാക്കി ഇപ്പൊ തീർന്നു. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, മനസ്സിൽ കിടക്കും. മറ്റേത് ഇപ്പൊ കത്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വലിയ രൂക്ഷമായ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എടാ നിന്നെ ഉണ്ടല്ലോ, നിന്നെ ആവശ്യമില്ല, എനിക്ക് എന്റെ കൂട്ടുകാരുണ്ട്. നീ ഏതാ അനിയനോ? അല്ലേ ശരിയേട്ടാ. ഈ കൈ കൊണ്ട് 2 ഇടി, അതായത് ഇടി തുടങ്ങി കഴിഞ്ഞാൽ ഇടി തീർന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റഷങ്ങ് കുറഞ്ഞു നമുക്കൊരു ഇതായിപ്പോയി. പക്ഷെ നമ്മളെ നാക്ക് വെച്ചാണ് തർക്കിക്കാൻ പോകുന്നെങ്കിൽ അത് കൂടി അന്യായ അടുത്ത അടിയിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ട, ആയം തന്നെ അടിക്കുക. ആയം തന്നെ അടിക്കുക, അടിച്ച് പ്രശ്നം തീർക്കുക. അതന്നെ, അടിച്ച് പ്രശ്നം തീർക്കുക. നാക്ക് വെച്ച് പ്രശ്നം തീർക്കാൻ പോയി കഴിഞ്ഞാൽ വെറുതെ നടപടിയാകത്തില്ല. പിന്നെടാ ഞാൻ +1 +2 ആയപ്പോഴത്തേക്കും അവൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഓൾറെഡി എന്റെ 2 ഇരട്ട ഉണ്ടായിരുന്നു, അവൻ എന്റെ 4 ഇരട്ടി. എന്നിട്ട് ഞാൻ പോകുന്നത് അതേ ജിമ്മിൽ തന്നെയാണ് ഇവൻ പോണേ. അടിപൊളി. ഞാൻ 1 കിലോ എടുക്കുമ്പം ഇവൻ 10 കിലോ 5 കിലോ 6 കിലോ എടുക്കും. മറ്റേ ആ ലെഗ് പ്രസ് അടിക്കുന്ന റാക്ക് ഉണ്ടല്ലോടാ, ആ റാക്കേൽ ഫുള്ള് സ്റ്റാക്ക് ഇട്ടാണ് അവൻ അടിക്കണേ. ഞാൻ കൂടിപ്പോയ 2 പ്ലേറ്റ്. അങ്ങനെയുള്ള ഒരുത്തന്റെ ഇടി കിട്ടി കഴിഞ്ഞാൽ തീരുമാനവും. അപ്പൊ വീണ്ടും എനിക്ക് മനസ്സിലായി, വീണ്ടും
അടി, ഫിസിക്കൽ സംഭവങ്ങൾ, അതായത് ഇടിയാട്ടോ ഉദ്ദേശിച്ചത്, അത് നമ്മൾ വീടിന് കുറച്ചുകൊണ്ട് തന്നെ അങ്ങനെ വീടിന് കുറച്ചുകൊണ്ട് വന്നു. ഇപ്പൊ കൈ വെച്ചോണ്ടിരുന്ന ഞാനടാ, അവൻ പണ്ടും എന്നെ പറഞ്ഞ തടക്കിട്ടിട്ട് അവൻ പോവുള്ളൂ, ഞാൻ പിന്നെ പുറകെ വന്ന് ഞാൻ ഇടി ഉണ്ടാക്കും, അതെപ്പോഴും ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ പയ്യെ സംഭവം കുറച്ചു, അവനും പയ്യെ സംഭവം കുറച്ചു, പിന്നെ തർക്കങ്ങളായി. അവിടെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പൊ ഒരു അടി ഉണ്ടാക്കുവാന്ന് ചോദിക്കും. ഇപ്പൊ ഒരു അടി ഉണ്ടാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അടി ഉണ്ടായതായിട്ടേ ചിലപ്പോ ഞങ്ങൾ വിചാരിക്കില്ല. നല്ല കാര്യമാണ്. കൂടിപ്പോയ ഒരു മണിക്കൂർ. പണ്ടൊക്കെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മനസ്സിങ്ങനെ കടക്കും, ഒരു പണി കൊടുക്കാനായിട്ട് അവന്റെ ഒരു അവസരം കിട്ടണം, നോക്കിയിരുന്നിട്ട് എന്തേലൊക്കെ കിട്ടുമ്പോ തിരിച്ചു പണിയും. പക്ഷെ ഇപ്പൊ ആ പരിപാടി ഇല്ല. ഇപ്പൊ ഒരു ഇടി ഉണ്ടാക്കി, ആ ഇടി ഉണ്ടാക്കിയ ഞാനോട് ഇടി ഉണ്ടാക്കണമെങ്കിൽ ആ ഇടി കഴിഞ്ഞാൽ പിന്നെ നോർമലാണ്. അത് വേറെ ആളെ അറിയണമെന്നുമില്ല, അത് എക്സിറ്റ് ചെയ്യാൻ കൊണ്ടാൻ താല്പര്യമില്ല. നല്ല മതിയായ അടി ഉണ്ടാക്കിയിട്ട് എടാ കഴിക്കാൻ പോവാം. എന്റെ ഒരു സംഭവം എന്ന് പറയട്ടെ, ഈ പറഞ്ഞ പോലെ അന്ന് ഈ അടിയുണ്ടാക്കൽ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങളുള്ളൂ ജീവിതത്തില്. ഇപ്പൊ പല 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 മെയിൻ കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഇച്ചിരി സൈഡായി പോയി അല്ലേ. അതുകൊണ്ട് അതവിടെ തുടങ്ങി അതവിടെ തീർന്നു, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ശാഖ രസമായിരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ എന്റെ തേപ്പൊട്ടിക്ക് പൊള്ളിക്കാൻ വന്നതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി എന്റെ കേസ് പറയുവാണെങ്കിൽ ഞാനും ചേട്ടനും തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമാണ്. ഈ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടായി ഇവിടെ നിന്ന് എന്റെ അടുത്ത് നിന്ന് അതായത് ഡെയിലി ഉള്ള ഞങ്ങളുടെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് അങ്ങ് മാറി ചേട്ടായി എന്നേക്കുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാസങ്ങൾ കൂടുമ്പോൾ മാത്രം വരുന്നൊരു സെറ്റപ്പിലേക്കായിരുന്നു. ആദ്യം ചേട്ടായി ഞാൻ ഇടുക്കിയിലായിരുന്നു. ചേട്ടായി ആദ്യം കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി, മൂവാറ്റുപുഴയിലേക്ക് മാറി, എന്റെ അച്ചാച്ചന്റെ വീട്ടിലേക്ക് മാറി. അതും ചേട്ടായി ഓരോ ശനിയാഴ്ച വരാൻ തുടങ്ങി. എല്ലാ ശനിയാഴ്ചയും വരും. അപ്പോ അതായത് അന്ന് വരെ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന്റെ തലേന്ന് വരെ പൂര ഇടി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിടി, നല്ല സൂപ്പർ ഇടി, കൊങ്കി പിടിച്ച് എറിയുന്നു, അവിടെ ചെന്ന് ഇടിക്കുന്നു, ഇവിടെ ചെന്ന് ഇടിക്കുന്നു, തേപ്പൊട്ടിക്ക് പൊള്ളിക്കാൻ വരുന്ന നൈസായിരുന്നു. വലിയ അലമ്പൊന്നും അല്ല, എന്നാലും അന്യായ അലമ്പൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ചൊറിയനായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ചേട്ടായി എല്ലാ ദിവസവും ഞങ്ങൾക്കൊരു കടയുണ്ട് പ്രസന്റ്. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും അതായത് ഞാൻ നേരെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും, ചേട്ടായി നേരെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കടയിലേക്ക് പോകും. ഞാൻ ചെറുതാണല്ലോ, അപ്പൊ പപ്പനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ചേട്ടായി കടയിൽ പോകുന്നുണ്ട്. ചേട്ടായി കടയിൽ പോയിട്ട് ഒരു 6, 6:30, 7 മണിയൊക്കെ ആയിട്ടാണ് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ തന്നെ വന്നിട്ട് ഞാൻ TV എല്ലാം കണ്ടു തീർക്കും. ഞാൻ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ബേഷായിട്ടിരുന്നെങ്കിൽ TV വേണം. ചേട്ടായി വീട്ടിൽ വന്നിട്ട് TV വെക്കണ വഴി ഞാൻ പറന്നു പോയിട്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് മേശയിൽ പോയിരുന്നിട്ട് എനിക്ക് പഠിക്കണം. പുള്ളി എനിക്ക് TV കാണണം, ഒരു കിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, ഒന്നുമില്ല. അപ്പൊ മമ്മി എന്നെ ഇളയ കൊച്ചും കൂടെ ആണല്ലോ, എടാ അവന് പഠിക്കണം എന്നല്ലേ പറഞ്ഞത്, നീ TV ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കും. ഞാൻ സൈഡിൽ ഇരുന്നിട്ട് അമ്മാതിരി ചൊറിയതായിരുന്നു ഞാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ചേട്ടായി ഡിഗ്രിക്ക് കയറിയതിന്റെ അന്ന് ഞാൻ കരഞ്ഞതാ, ശരിക്കും കരഞ്ഞു പോയി. അമ്മ മറ്റേ സിഗ്മ വിട്ട് കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. മമ്മി വിളിച്ചിട്ട് എടാ ചെറുക്കന് ഇവിടെ കിടന്ന് പോരെ കരച്ചിലൊക്കെയാ. എന്നിട്ട് ചേട്ടാടയിലേക്ക് ഫോണൊക്കെ കൊടുത്തു, എടാ ഞാൻ അടുത്ത ആഴ്ച പറയണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ. അപ്പൊ അങ്ങനെ ഒരു മിസ്സിങ് ആദ്യം തുടങ്ങി. ഈ ആഴ്ച ആദ്യമൊക്കെ ചേട്ടൻ അതും എടുത്തോണ്ട് പോയി, ഇതുകൊണ്ട് എടുത്തോണ്ടെന്ന് പറയും, ഇയാൾ പോടാവെന്നൊക്കെ നമ്മൾ പറയും. മറ്റേ പണ്ടത്തെ നമ്മള് തെറി വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിബ്ലിങ്സ് തമ്മിൽ തെറി വിളിക്കുന്നത് പട്ടി തണ്ടി ചെറ്റ നാറി, ഈ ഒരു 4 തെറി മറ്റേ ഓർഡറിൽ വിളിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഗ്രാജുവലി അത് മാറിയിട്ട് റെസ്പെക്ട് വരാൻ തുടങ്ങി. അതായത് പുള്ളി നമ്മുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്പെക്ട് വരാൻ തുടങ്ങി. പിന്നെ ചേട്ടായി RD പരേഡിനൊക്കെ ഉണ്ട്, ഡൽഹി പോയി. പിന്നെ ശനിയാഴ്ച എന്നില്ല, മാസങ്ങളായിട്ട് കൂടെ ഇല്ല. പിന്നെ ഡിഗ്രി തീരുന്നതിന് മുന്നേ എയർഫോഴ്സിൽ ജോലിയും കിട്ടി, പണി കിട്ടിയ അവസ്ഥയായി. അതായത് നമ്മുടെ ഞാൻ ആ ഒരു 8, 9, 10 നമ്മളൊരു യൂത്തിലേക്ക് അങ്ങ് കേറി വരുന്നൊരു ടൈം ആയപ്പോഴത്തേക്കും അണ്ണം കൂടെ ഇല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു വിഷമുണ്ട്. ഈ പറഞ്ഞ പോലെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ പോലെ വീട്ടിൽ വരുമ്പോ ആരുമില്ല. വീട്ടിൽ വരുമ്പോൾ മമ്മി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പന്മാര് നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുന്ന പോലെയല്ല, നമ്മുടെ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവര് മൂകത വല്ലാണ്ട് അടിച്ചു തുടങ്ങി. പിന്നെ പുള്ളി ഇടക്കിടയ്ക്ക് ലീവിന് വരും, മാസങ്ങൾ കൂടുമ്പോൾ ലീവിന് വരും. പുള്ളി എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അവിടെ പോയിട്ട് ജോലെ ആ ചാർജർ തുടരാടാ, ഓക്കെ, നേരെ വിടും. അപ്പൊ ആ ഒരു സംഭവം മാറി റെസ്പെക്ട് ആയി. അതിപ്പോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ നീ പറയുന്ന പോലെ ഇത് ഇത്രയും ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും എന്റെ അടുത്ത് ചാർജർ എടുത്തിട്ട് പറയാൻ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്, നിന്റെ ചാർജറല്ലേ പോയിട്ട്. അത് തന്നെ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞ കണക്ക് നീ പറഞ്ഞ ശരിയാ. ഇപ്പോഴാണ് എനിക്കും ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു കൂട്ടുകാരെ സെറ്റപ്പിലേക്ക് കുറച്ചും കൂടെ മാറിയത്. ഇപ്പൊ പുള്ളി ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ കുറച്ചുകൂടെ അടിച്ചൊളിച്ചൊക്കെ നടന്നേനെ. ലീവിന് വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം. ചേട്ടായി വീട്ടിലുള്ളപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ നമ്മുടെ ഒരു ബലമായിട്ട് ഒരാൾ കൂടെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരെ അടക്കുന്ന പോലെ തന്നെ വീട്ടിൽ ഒരാൾ 24 മണിക്കൂർ നമ്മുടെ കൂടെ
ഒരു ആ ഒരു സെറ്റപ്പിലുണ്ട്. പിന്നെ എനിക്ക് ചേട്ടൻ മാത്രമല്ല, ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ഏട്ടത്തിയമ്മ എന്ന് ഞാൻ പറയാറില്ല, ചേച്ചിയും കൊച്ചും ഉണ്ട്. ഇപ്പൊ അവര് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുക്കൻ ഇച്ചിരി ഫേമസ് ആ, ബോളി. ഇവന്മാര് ബോളി എന്ന് വിളിക്കണം ചെറുക്കനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് ചെറുക്കനെ അറിയാലോ. അപ്പൊ ഇപ്പൊ ഒരു ചേട്ടൻ മാത്രമല്ല, ചേച്ചിയും കൂടെ ഉണ്ട്, ചെറിയൊരു കൊച്ചും കൂടെ ഉണ്ട്. പരിപാടികളൊക്കെ രസമാണ്. പക്ഷെ എന്തോ ഭയങ്കര ആഗ്രഹം അവരിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ രസമായിരുന്നല്ലോ. പക്ഷെ എയർഫോഴ്സുകാർക്ക് എന്ത് ചെയ്യാനാ? എയർഫോഴ്സുകാർ മലയാളികളെല്ലാം കൂടെ ഹിമാലയത്തിലേക്കും തട്ടും, ഹിമാലയത്തിലുള്ളവരെല്ലാം കൂടെ ഇങ്ങോട്ടേക്കും തട്ടും. എന്ത് ചെയ്യാനാണ്? മാസ്റ്റർ മൈൻഡ് തന്നെ. അതെ, മാസ്റ്റർ മൈൻഡ് പരിപാടികളെ. ഈ പറഞ്ഞ ഒരു റെസ്പെക്ട് വരാത്തതിന്റെ കാരണം ചിലപ്പോ ഞാനും തമ്മിൽ 1 വർഷം ഗ്യാപ്പ് അതുള്ളതുകൊണ്ടായിരിക്കണം. ഒരു 3-4 പോട്ടെ. ഈ പറഞ്ഞ പോലെ ഒരേ ടൈം ലൈനിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ആ റെസ്പെക്ട് വലുതായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ +2 പഠിക്കുമ്പോ +1 കയറുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോൾ അനിയൻ ഡിഗ്രി 1st ഇയർ പഠിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് 3 വയസ്സ് ഗ്യാപ്പിലേക്ക് പോകുന്നവരാണെങ്കിൽ നല്ല കൂട്ടുകാരെ സെറ്റപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് വരെ കിണ്ടിയില്ല, ഒന്നുമില്ല, ആ ഒരു സെറ്റപ്പ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ ചേട്ടന് ഒരു 28 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഒരു 20ലേക്ക് കയറുന്നത്. 20 ആ ഒരു 22 ആ ഒരു പ്രായത്തിലേക്കൊക്കെ ആയത്. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മളത് കാര്യങ്ങൾ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഫൈനാൻഷ്യൽ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒരേ ലെവലിൽ അഭിപ്രായം അങ്ങോട്ടും പറയൂലോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വോയിസ് ഉള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ നിന്റെ അടുത്തൊരു അഭിപ്രായം എന്ന് ചോദിക്കും, നിന്റെ അഭിപ്രായത്തിന് മാനിക്കും, പുള്ള അഭിപ്രായത്തിന് നീയും മാനിക്കും. പക്ഷെ ഇത്രയും ഏജ് ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ ഒരു പ്രായം വരെ, അതായത് നമുക്കൊരു പ്രായപൂർത്തി, അനിയന് പ്രായപൂർത്തി ആവുന്നോടം വരെ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലേക്ക് ആവുന്നോടം വരെ നമ്മുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ വന്നിട്ട് ഇപ്പൊ അപ്പന്മാരോട് ചേട്ടന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കും. നമ്മൾ ഇടയ്ക്ക് എന്നിട്ട് അല്ല ഇങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കളിക്കട ഇറക്കുക എന്ന് പറയും. അതും ഈ പറഞ്ഞ കണക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ചേട്ടന്മാരെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മാനിച്ച് ആ ഒരു സെറ്റപ്പിലേക്കും ആയി വരത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അത് എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ അറിയാം. പറഞ്ഞത് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. പല കാര്യങ്ങളും ചേട്ടാ എന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും. ഇപ്പൊ ഞാൻ ഞാൻ വലുതായോ എന്നുള്ള സെറ്റപ്പ് നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ? നമ്മൾ പിന്നെ വീട്ടുകാരാണെങ്കിലും നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കും, മറ്റേ ടൊവിനോ ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിൽ പിള്ളേരാണെന്നാണ് നമ്മുടെ മനസ്സിൽ. സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം നമുക്ക് മെച്ചുറായിട്ട് പെരുമാറേണ്ടി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകും. കൊള്ളാലോ കളി. എന്നിട്ട് ഇടയ്ക്കോട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്നുള്ള സെറ്റപ്പിലേക്ക് ആവും. പിന്നെ ചെറുതിലെ നമ്മള് വീട്ടുകാര് ഇപ്പം എന്റെ വീട്ടിലുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നാണ് ഇവന്മാര് തമ്മിൽ ഒരു യോജിപ്പില്ല. അതായത് ഭയങ്കര ചെറുതായിരുന്നപ്പം പിള്ളേരാണല്ലോടാ, അന്ന് വെളിവില്ല. അതായത് ഈ LKG മുന്നേ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇടി കാലഘട്ടമാണ്. ഇടി കാലഘട്ടം ഒരു 8ാം ക്ലാസ് വരെ ആയിരുന്നു. പിന്നെ ഇടി കാലഘട്ടം കുറഞ്ഞു. പിന്നെ ഇടിയില്ല, വാക്കായി. പിന്നെ ചെറിയ ചെറിയ അടികളേ ഉള്ളൂ. പിന്നെ +1 +2 ഒക്കെ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കും അടിയേ ഇല്ല, ബാക്കിയുള്ള പരിപാടിയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റടി ഭിത്തിലെടുത്ത് ഒട്ടിക്കും. അങ്ങനത്തെ ഉള്ള വർത്താനം ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ വർത്താനം. അത് മാത്രമേ ഉള്ളൂ. അടിയല്ലേ വർത്താനം. ഇപ്പൊ ഞാൻ ഇന്നത്തിലേക്ക് പറഞ്ഞു വരാൻ ശ്രമിച്ചേ. അതായത് വളർന്നു വരുമ്പോ നമുക്ക് വലിയ ആ ഒരു സ്നേഹം എല്ലാവർക്കും തിരിച്ചറിയില്ല. നല്ല യോജിപ്പുള്ള സിബ്ലിങ്സ് ഉണ്ട്. ആദ്യമേ നല്ല യോജിപ്പ്, പിന്നെ ഇടി കാലഘട്ടം, പിന്നെ ഇടി കുറയുന്നു. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യും, കൂടെ ഉണ്ടായ ആകെ ഒരുത്തനാണുള്ളൂ. അവനോട് സ്നേഹം കാണിച്ചില്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ നമ്മൾ ആര് വിശ്വസിക്കും? തീർച്ചയായിട്ടും. പിന്നെ യോജിപ്പില്ലാതെ ഒരുമിച്ച് പോവാത്ത ആൾക്കാരുണ്ടാവാം. അതിന് അവരുടേതായ കാരണങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് അവരുടെ വഴി, അല്ലാത്തവർക്ക് അല്ലാത്ത വഴി. ഇപ്പൊ ടിപ്പിക്കലി എല്ലാരും സിബ്ലിങ്സ് എങ്ങനെ ആയിരിക്കണം, കൂടപ്പറപ്പുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും വീട്ടിൽ ചോദിക്കാറുണ്ട്, നീ അവനെ വിളിക്കാറില്ലേ? ഞാൻ പറയും ഇല്ല. അപ്പൊ നിനക്ക് സ്നേഹമില്ല. അപ്പൊ നിനക്ക് സ്നേഹമില്ല അല്ലേ? കൊള്ളടങ്ങി. നമ്മുടെ ഒരു മെക്കാനിസം അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അവര് കണ്ടു വളർന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരങ്ങോട്ടും കൂടെ എല്ലാ ദിവസവും വിളിക്കും. ഇവര് വിളിച്ചില്ലെങ്കിൽ പക്ഷെ ഒരു പ്രശ്നമാണെന്ന് പറയട്ടെ, അവരും നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോ അവരെല്ലാ ദിവസവും വിളിക്കുന്നതായിരിക്കും. അത് നമ്മുടെ അപ്പനമ്മമാരുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാരും, സിബ്ലിങ്സ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും എല്ലാ ദിവസവും. പക്ഷെ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് അവർ വിളിക്കുമ്പോൾ അവർ ഓക്വേർഡ്നെസ് ഉണ്ടാവും. 3-4 ദിവസം വിളിച്ചില്ലല്ലോ, പക്ഷെ ആ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. പോട്ടെ, 3-4 ദിവസത്തെ ഓക്വേർഡ്നെസ് ഉണ്ടാവില്ല. ഒരാഴ്ച 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നതെങ്കിൽ ആ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടാവും. വിളിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹലോ, ഒരു ചെറിയൊരു തപ്പൽ എന്തായാലും ഉണ്ടോ, എന്നാക്കിയാന്ന് പറഞ്ഞാലും ഉണ്ടാവും. കാരണം ഇത് കണ്ടേക്കുന്നത് ഇഷ്ടം പോലെ കണ്ടേക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ജനറേഷനുള്ളവർ അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ വിളിക്കുമ്പോൾ ചുമ്മാ
ചെതറുന്ന രീതിക്കായിരിക്കും ഞങ്ങൾ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നെ അവിടെ ഡെയിലി വിളിക്കുമ്പോൾ അങ്ങനെ, ഇവിടെ ഡെയിലി വിളിച്ചില്ലെങ്കിലും അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്കുണ്ട്. ഏത് അല്ലേ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം ഈ പറഞ്ഞോളൂ നിനക്കുണ്ടാവില്ല, പക്ഷെ ചേട്ടൻ ഞാൻ 1 വയസ്സ് വ്യത്യാസം ഉള്ളതുകൊണ്ട് അവൻ പണ്ട് എവിടെയെങ്കിലും ഒക്കെ പടത്തിന് പോകണം, കറങ്ങാൻ പോകണം എന്നൊക്കെ ഉണ്ടായെങ്കിൽ കൂട്ടുകാരായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല. അത് അവന്റെ മാത്രമല്ല, ഞാനും അതെ. എവിടെയെങ്കിലും പോകണം, ചേട്ടന്റെ കൂടെ പോവാം എന്ന് ആലോചിക്കില്ല. കൂട്ടുകാരെ വിളിക്കും, പോവും. പക്ഷെ ഇപ്പം അവൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൻ ജസ്റ്റ് അവൻ എവിടെയെങ്കിലും പോകണുണ്ടോ, കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും പോണത്. എന്നാലും ഇനിയിപ്പോ ചേട്ടൻ ജോലിയായപ്പോ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ നടന്നാൽ മതിയോ, എന്നാ അവന് കുറച്ച് പൈസ കൊടുക്കുക, എന്നാ അവൻ എവിടെയെങ്കിലും കൂട്ടുകാരായിട്ട് പോക്കോട്ടെ, ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് പോവാം. അപ്പൊ അത് അവനൊരു മോശം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ എനിക്ക് പൈസ തരും. ജോലി കിട്ടിയ ശേഷം അവൻ എനിക്ക് ഒത്തിരി കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒന്നും ആവശ്യം നമുക്ക് ഒരു കാര്യമില്ല. കുറച്ച് ഒരു 10,000-2,000 എന്നിട്ട് എടാ പോയി മന്തി അടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നുമില്ല, അവൻ എത്ര തന്നെന്ന് നമ്മൾ പറയല്ല. പക്ഷെ അതൊരു വലിയൊരു എമൗണ്ട് ആണ്. അത്രയും വലിയ എമൗണ്ട് തന്ന് ഞങ്ങളെ 4 പേരും വലിയൊരു ട്രിപ്പിന് പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ ഒരു വലിയൊരു ട്രിപ്പ് അളി സ്പോൺസർ ചെയ്ത്. ഈ വീഡിയോ അണ്ണാ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പക്ഷെ പുള്ളി കൊള്ളാം. കാരണം ഇവന് കുറച്ച് പേജുകളുണ്ട്. അത് ഇവന് ഞങ്ങളെ കൊള്ളേണ്ട ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ കുറച്ച് പേജസ് ഉണ്ട്. കാരണം മനഃപൂർവ്വം ഇവൻ ആ സാധനം മാർക്കറ്റ് ചെയ്യാണ്ടിരിക്കുന്ന അല്ല, ചുമ്മാ അതിലൊരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടിട്ടാ. അതായത് അതിന് വേണ്ട ഓഡിയൻസ് വരുമ്പോൾ മാത്രം അത് കണ്ടാൽ മതി, അതിന്റെ റീച്ച് കയറിയാൽ മതി. അതായത് അതിനോട് താല്പര്യമുള്ള ഓഡിയൻസ് മാത്രം, ആ ഓഡിയൻസിലേക്ക് മാത്രം അത് എത്തിയാൽ മതി എന്നുള്ളൊരു ഇന്റൻഷൻ ഉള്ളതുകൊണ്ട് അവനതിനെ മാർക്കറ്റ് ചെയ്യാറില്ല, സ്റ്റാറ്റസ് ഇടിപ്പിക്കാറില്ല, ഒന്നുമില്ല. ഞങ്ങൾ സ്റ്റാറ്റസിലാന്ന് പറഞ്ഞ പോലെ അവൻ സമ്മതിക്കൂല. പക്ഷെ ഞാൻ കാണുന്നത്, അതായത് ഇവന്റെ ചേട്ടൻ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. മുമ്പായിരുന്നു ഒരു ഇച്ചിരിയൊക്കെ മറ്റേ റൈഡിങ് സാധനങ്ങളൊക്കെ ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആകപ്പാടെ പുള്ളി സ്റ്റോറി ഇടുന്നത് ഇവന്റെ ആ പേജിന്റെ വീഡിയോസ് മാത്രമാണ്. അവനോട് ഞാൻ ഇടണ്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇടണ്ടെന്ന് പറയണം. എന്നത്തിന് ഇടണേ? പുള്ളി ആകപ്പാടെ ഇടുന്നത് ആ സാധനം മാത്രമാണ്. അല്ല, ഞാൻ കാണുന്ന ഒരു സംഭവം സ്പെഷ്യൽ ആയിട്ട് നിന്റെ സാധനം മാത്രമാണ് പുള്ളി ഇടാറുള്ളത്, വേറെ ഒന്നും ഇടണ ഞാൻ കാണാറില്ല. അപ്പൊ ഇപ്പൊ എന്റെ ചേട്ടനും അതെ ഉണ്ടറാ. എന്നാലും എടാ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഒന്നെങ്കിൽ നിന്റെ അല്ലെങ്കിൽ മറ്റേ ഗ്രൂസ് ആൻഡ് മൂസിന്റെ രണ്ടെണ്ണുള്ളൂ, 2 പേർക്ക് വേണ്ടിട്ട് വീഡിയോ ഇടാറുള്ളൂ. ഇപ്പൊ എന്റെ ചേട്ടനാണെങ്കിൽ എന്റെ വീഡിയോസ് എപ്പോ കണ്ടു കഴിഞ്ഞാലും കമന്റ് ഇടും, ലൈക്ക് ചെയ്യും, എടുത്ത് സ്റ്റോറി ഇടും. ഭയങ്കര സന്തോഷമാണ്. അതായത് ഒന്ന് വിട്ടുപോയ ആ കൂടപ്പുറപ്പായിട്ടുള്ള കണക്ഷൻ വീണ്ടും എടുക്കുന്ന ഒരു ടൈം വരും. അതെ. അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇവൻ മോശമായിരുന്നല്ലോ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഇവനെ പിടിച്ചിട്ട് ഇടിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നോണ്ട് നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവൻ കുഴപ്പമില്ലല്ലേ. അതെ, ഇവന്റെ കൂടെ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതെ, കൂടെ ഉണ്ടായ ഒരുത്തനേ ഉള്ളൂ. അല്ല, കൂടെ ഉണ്ടായവരൊക്കെ ചിലപ്പം കുറച്ചു നാൾ കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അതെ, അതുകൊണ്ട് ഒരുമിച്ച് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. തീർച്ചയായും. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവത്തില്ല എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് കണ്ണുള്ളപ്പോ അതിന്റെ വില മനസ്സിലാക്കി ഉള്ള കാലം അത്ര നല്ല അടിപൊളിയായിട്ട് പോവാൻ നോക്കുക. ചേട്ടനെ വിളിക്കട്ടെ. പിന്നെ ചേച്ചിമാരും അനിയത്തിമാരും, അതായത് ആമ്പിള്ളാര് പെമ്പിള്ളാര് സിബ്ലിങ്സ് ആയിട്ട് വരുമ്പോൾ റിലേഷൻ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. ശരിയാ. നമ്മളുള്ള കൂട്ടുകാരിലാകെ ജിത്തുവിന് മാത്രമാണ് ഒരു ചെറിയ പെങ്ങളുള്ളത്. അത് ഇവനെ പോലെ എത്രയോ 3, 4, 5 വയസ്സ് ഇളയതം കണ്ടാണ്. ബാക്കി നമ്മള് ഈ ചേച്ചിമാരായിട്ടാണ് വരുന്നതെങ്കിൽ ബഹുമാനം എന്ന് പറയുന്ന സാധനം പെട്ടൊരു കിണ്ടി പോലും വലുതായാലും ഉണ്ടാവത്തില്ല. അതൊരു വ്യത്യാസമാണ്. കാരണം ഞങ്ങൾ നമുക്ക് ചേട്ടന്മാരാണുള്ളതെങ്കിൽ നമ്മൾ ആമ്പിള്ളേര് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, പെമ്പിള്ളേര് ചേച്ചിമാരായിട്ടാണ് വരുന്നതെങ്കിൽ അത് അവർക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് ദൂരെയാണെന്ന് പറഞ്ഞാലും ഒരു ബഹുമാനം വരാൻ പോലുള്ള വിളിച്ചു കഴിഞ്ഞാൽ പോട്ടിപ്പോ അവിടെ നിന്ന് എന്നത് കുറച്ച് ഫണ്ട് അയച്ചേ ആ ഒരു സെറ്റ്. അല്ല, കുറച്ചുപേരൊക്കെ കണ്ടേക്കണം, ഭൂരിഭാഗം അങ്ങനെയാ തോന്നുന്നു. പക്ഷെ ഒരു സ്പെഷ്യൽ ബോണ്ടാവ്, അതൊരു രസമാണ്, ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പറഞ്ഞ ബഹുമാനം ഉണ്ടാവില്ല. ചിലവരുടെ കല്യാണത്തിൽ കണ്ടിട്ടില്ല, പെങ്ങളെ കെട്ടിച്ചു വിടുമ്പോ ആളുകളെ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അതിപ്പോ ചേച്ചി ആയാലും അനിയത്തി ആയാലും, അതായത് തമ്മിലൊരു സ്നേഹമുള്ളവരാണ് എങ്കിൽ, ഒരുമിച്ച് വളർന്നവളാണ്, ഒരുമിച്ച് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നാളെ തൊട്ട് അവരോട് ഇല്ലല്ലോ. എസ്പെഷ്യലി പെൺപിള്ളേര് ചേച്ചിമാരെ അനിയത്തിമാരെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊരു വരവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ചേച്ചി അനിയത്തിമാരുടെ ബോണ്ടും ചെറിയ സെറ്റപ്പാ. പറഞ്ഞ പോലെ നല്ലൊരു അടിപൊളി ബോണ്ടാണത്. ചേട്ടന്മാര് ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളൊരു സെറ്റപ്പും അങ്ങനെ ഇങ്ങനെ കുറച്ച് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് പെൺപിള്ളേർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്നല്ല, പക്ഷെ എന്നാലും അവരുടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ബോണ്ടാണ്. നമ്മുടെ ഈ ചേട്ടനനിയന്മാരുടെ ബോണ്ടിനേക്കാൾ കുറച്ചുകൂടെ ഇന്റൻസ് ബോണ്ടാന്ന് തോന്നുന്നു ചേച്ചി അനിയത്തിമാരുടെ. കണ്ടിട്ടുണ്ട് കുറെയൊക്കെ. നമ്മൾ വിചാരിക്കും മറ്റേ ബഡീസാണുള്ള നമ്മൾ അണ്ണനിയന്മാരോട് അങ്ങനെ നടക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ കൂടുതലും ഈ പറഞ്ഞ പോലെ A to Z കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയിക്കുകയും ചെയ്യും.
മൊത്തം കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ അത് ഇതെല്ലാം പറയുകയും ചെയ്യാൻ അങ്ങനെ ഒരു സെറ്റപ്പാണ് ചേച്ചി അനിയത്തിമാര്. ചേട്ടനനിയന്മാര് അത്രയും ഓപ്പൺ അല്ല. നമ്മള് തമ്മിലുള്ള ഒരു പൈസയുടെ കേസ് ചോദിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. ജോയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം ഇവന്റെ അണ്ണന്റെ അടുത്ത് ചോദിക്കാൻ ഇവന് മടിയുണ്ട്. തീർച്ചയായിട്ടും പുള്ളി എടാ ആവശ്യമുണ്ട്, പക്ഷെ ചേട്ടൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കണം, എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യം വന്ന ഡയറക്റ്റ് ഒരു ഇത്ര പൈസ ഉണ്ടോ തരാൻ, ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ചോദിക്കാനുള്ള ഒരു സ്പേസ് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കില്ല. ഇതിനെ പോലെ ആ ഒരു മടി എനിക്കില്ല ഞാൻ പറയുകയായിരുന്നു. ശരിയാ, അതെന്തോ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ് ഗ്യാപ്പിന്റെ ഒക്കെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു. പിന്നെ ഒരിക്കൽ ചോദിച്ചിട്ടില്ല, പിന്നെ നമ്മൾ ആ ഒരു ശീലത്തിൽ നമുക്ക് ചോദിക്കാനും തോന്നത്തില്ല. എന്റെ ചേട്ടൻ കല്യാണം കഴിച്ചു കുടുംബമുണ്ട്, അത് തന്നെ ചെലവോട് കൂടുതലാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പിന്നെ നീ കഷ്ടപ്പെടുത്തണ്ടല്ലോ, അല്ലെങ്കിൽ എന്തിനാ വെറുതെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിനക്ക് അങ്ങനെ ചിന്തിക്കാം. ശരിയാണ്, ആ ഒരു ചിന്തയും കൂടെ ഉണ്ട്. അതിന് മുമ്പ് വരെയായിരുന്നു പിന്നെ നമ്മൾ ആലോചിക്കുമായിരുന്നു ചേട്ടായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഫണ്ട് വരുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോ ചേട്ടടുത്ത് ചോദിക്കും, മറിക്കാനും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും അത് ഒരു 10 വട്ടം ആലോചിക്കും. ശരിയാണ്, അത് ശരിക്കും ഒരു ഈ പറഞ്ഞ പോലെ അത് വേണ്ട, അതൊക്കെ ഇവനോടായിരിക്കണം. കൊക്കുല്ലേ യു ഹാവ് വൺ മെസ്സേജ്. അവൻ എന്തിനാന്ന് ചോദിക്കും. എന്തിനാന്ന് ചോദിക്കുന്ന വെച്ചാൽ ഞാൻ വല്ല അലമ്പോരോടി കാണിക്കാനാണെങ്കിൽ അവൻ തരില്ല എന്ന് പറയും. അത് അങ്ങനെ ചോദിക്കണമല്ലോ, അവന്റെ ആണല്ലോ പൈസ. അപ്പൊ നമ്മള് പിന്നെ അതിൽ വലിയ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾ ക്ലോസ് ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കാണുന്നവർക്ക് അല്ല എന്നും പറയാം, വേണമെങ്കിൽ അതേ എന്നും പറയാം. തീർച്ചയായിട്ടും എന്നെ കഴിഞ്ഞ് കൂടുതൽ അവന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു കൂട്ടുകാരനെങ്കിലും അവനുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തിരിച്ചും അതെ, എന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്ന ചിലപ്പോൾ യുവമാർക്കായിരിക്കും അവനെ കഴിഞ്ഞ്. തീർച്ചയായിട്ടും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയാതിരിക്കുന്നതല്ല, പക്ഷെ അതങ്ങ് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അത് 24 മണിക്കൂറും ഇടപഴകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ ഒരു ടൈം വരെ നമുക്ക് ചേട്ടന്മാരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു, അവന്മാർ എന്ത് വിചാരിക്കുന്നു ഓർത്തിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ കൂട്ടുകാരുടെ അടുത്ത് നമുക്ക് എന്നെ പിണ്ണാക്ക് വേണമെങ്കിൽ പറയാം, അവന്മാർക്കത് മനസ്സിലാവും, അവന്മാർ ആ രീതിക്ക് എടുക്കുള്ളൂ. എന്റെ ചേട്ടനെ ആ രീതിക്ക് എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് തൊട്ട് ഇടിയാണല്ലോ. അതെ, ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. അതങ്ങനെയാണ് ഒരു പരിധി വരെ. എനിക്ക് പറയും ഇഷ്ടം പോലെ ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ ആയിട്ട് ഇപ്പൊ കുറെ കൂട്ടുകാരന്മാരുള്ള ചേട്ടനനിയന്മാര് ചെറുപ്പം തൊട്ടേ കൂട്ടുകാരെ പോലെ നടക്കുന്നവരുണ്ട്. ഈ പറഞ്ഞതിൽ 3-4 വയസ്സ് ഗ്യാപ്പുള്ളവരും കൂട്ടുകാരെ പോലെ നടക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം അങ്ങനെയല്ല. പറഞ്ഞ കണക്കൊക്കെയാണ്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാക്കി ആ രീതിക്കൊക്കെ പോവുക. ആസ് എ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ ചെറുതായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും. പിന്നെ നല്ല ഇടി ഉണ്ടാക്കി ഇങ്ങനെ തിരക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ജീവിതം നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ആരെങ്കിലും ഒരാൾ എങ്ങോട്ടെങ്കിലും മാറി മാറി പോവും. പലർക്കും ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ 2 സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ ഒരുമിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് വരിക. ഒരേ ചോര എന്ന് പറയാൻ അത് കുറച്ചു പേരാണ് നമുക്ക് കാണുള്ളൂ. പിന്നെ ഒരു റിയലൈസേഷൻ സമയമാണ്, കുഴപ്പമില്ല ഇവൻ അത്ര മോശമല്ല, എന്നാ പിന്നെ ഒരുമിച്ച് അയക്കുക എന്ന് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് പരിഹരിക്കുക. പിന്നെ ഇനിയിപ്പോ അവൻ കല്യാണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദ്ദേശ് കല്യാണം കഴിക്കുന്നോടം വരെയാണ് ആ ഒരു സെറ്റപ്പ്. പക്ഷെ എന്നാലും ഒരേ ചോരയാണ്. അല്ല, ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ആ ഒരു സെറ്റപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അതൊരു ഗുണമാണ്. അതെ, അപ്പൊ നിങ്ങളുടെ അനിയത്തെ ചേച്ചിമാരെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നിങ്ങൾ അവർക്ക് കൊടുക്കണം. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നത് രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവര് പകുതി കാര്യം നമ്മുടെ അടുത്ത് പറയൂല. വേറെ പല സ്ഥലത്തും പോയി പറയാനുള്ള ചാൻസ് ഉണ്ട്. അത് റിസ്ക് ഉണ്ട് അതിന്റെ അകത്ത്. അത് തന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും കൂടെ കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു ബോണ്ടിലങ്ങ് പോവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ കൂട്ടുകാരെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ അനിയന്മാരൊക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു ബോണ്ട് ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സ്പേസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ പറഞ്ഞ പോലെ അനിയന്മാരും പാര വെക്കും, അണ്ണന്മാരും പാര വെക്കും, ചേച്ചിമാരും പാര വെക്കും. പാരവെക്കലൊക്കെ ക്ലീശയാണ് പറഞ്ഞ പോലെ. പക്ഷെ അതൊരു ടൈം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ അവന്റെ ഒരു കംഫർട്ട് സ്പേസ് ഞാനാവണം, അല്ലെങ്കിൽ അവളുടെ ഒരു കംഫർട്ട് സ്പേസ് ഞാനാവണം. ഞാൻ അവളുടെ അണ്ണനായിരിക്കണം. അവൾക്ക് എന്ത് കാര്യങ്ങൾ എന്റെ അടുത്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അവൾക്ക് ഉണ്ടാവണം, അവനുണ്ടാവണം എന്നുള്ള സെറ്റപ്പിലേക്ക് മാറും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും. ഇതെല്ലാം വലുതായി കഴിഞ്ഞേ ഉള്ളൂ. എല്ലാവരുടെയും കേസിലെ പോലെ ഒരു ടൈം തൊട്ട് ഒരു ടൈം വരെ ആ ഒരു അടി വഴക്ക സംഭവങ്ങൾ അതും നമ്മൾ എൻജോയ് ചെയ്തൊരു കാലഘട്ടമാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കാലഘട്ടമാണ്, ഭയങ്കര രസമാണ്. ഒരു ചേട്ടനനിയന്മാര് അല്ലെങ്കിൽ സ്വന്തം ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി കല്യാണം കഴിക്കുന്നതോളം വരെയുള്ള ആ ഒരു കാലമാണ് നമുക്ക് അവരെ അങ്ങനെ ഒരു സെറ്റപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പൊ അവരത്രയും കാലം നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുക. ഗോൾഡൻ ടൈംസ് ആണ് തീർച്ചയായും. കാരണം എനിക്കൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം. നല്ലപോലെ ഒന്ന് ചേട്ടനുമായിട്ടൊന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസമില്ല. കാരണം വെടിക്കെട്ട് വൈബ് ചേച്ചിനാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ
ഇപ്പൊ ചേട്ടാ ലീവിന് വന്നില്ലെങ്കിലും ചേച്ചി ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കലക്കലോട് കലക്കല. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ജോലി കാര്യങ്ങളൊക്കെ കിട്ടി ദൂരേക്ക് പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് ആണെങ്കിൽ അത് ഇച്ചിരി പാടാണ്, ഇച്ചിരി വള്ളിയാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഉള്ള കാലം അത്രയും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നല്ല കൂട്ടുകാർ സെറ്റപ്പിൽ പോകാൻ പറ്റിയായിരുന്നെങ്കിൽ കുറച്ച്, അതായത് പണ്ടേ പുള്ളിയുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാൻ പറ്റിയായിരുന്നെങ്കിൽ ഒട്ടുമട്ടില്ലേ. ശരിയാണല്ലേ. അപ്പോ പണ്ട് തൊട്ടേ ഓപ്പൺ അപ്പ് ആവാൻ പറ്റുമായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചേനെ. അല്ലെ എന്ന് ഞാൻ എടാ പ്രശ്നം എന്നറിയോ, പുറകിൽ നിന്ന് വെട്ടോട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ള വെട്ടം കട്ട് ചെയ്തിട്ട് അവന്മാര് പുറകിൽ നിന്നുള്ള വെട്ടം എന്നൊക്കെ മെക്കാനിസം ആണ്. അപ്പൊ അത് തന്നെ, അതൊക്കെ തന്നെ സംഭവങ്ങള്. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ പറപ്പിന് ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി. ഫോക്കസ് മാറിയല്ലോ, ഫോക്കസ് നിൽക്ക്. അത് ഇനിയിപ്പോ വെട്ടമില്ലാത്തതിന്റെ പ്രശ്നമാണ്. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഒരു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക, കൂടെ നിൽക്കുക. ഇനി ഒട്ടും ഇല്ല, യോജിക്കാൻ പറ്റില്ലാത്ത രീതിയിലാണെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളവർ പറയുന്നത് നോക്കണ്ട. നിങ്ങളുടെ കൂടപ്പിറപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ കൊണ്ടുപോവുക. ഒൺലി വൺ ബ്ലഡ്. ബാക്കി എനിക്കറിയില്ല, എന്നാലും ഒറ്റ ചോരയുള്ളൂ. അതെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്.